കനകോടീരമണ്ഡിതായേ നമഃ. ഓം ഗുരുവിന്ദമണിശ്രേണി കനകോടീരമണ്ഡിതായേ നമഃ. ഓം അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളിക സ്ഥലശോഭിതായേ നമഃ. ഓം അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളിക സ്ഥലശോഭിതായേ. നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിലെ ആരാധനാ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 56-ാം വാർഷികാഘോഷം പ്രൗഢാന്തരീക്ഷത്തിൽ കൊണ്ടാടി. പരിപാടിയുടെ ഭാഗമായി തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന സർവൈശ്വര്യ പൂജയിൽ 300-ലധികം ഭക്തജനങ്ങൾ ഭാഗവാക്കായി. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. തളി മഹാദേവ ക്ഷേത്രത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 56-ാം വാർഷികം സമുചിതമായി കൊണ്ടാടി. രാവിലെ 9:30 തളി ക്ഷേത്രത്തിൽ നിന്നും തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്ന ശോഭായാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന സർവൈശ്വര്യ പൂജയിൽ 300ഓളം ഭക്തജനങ്ങൾ സംബന്ധിച്ചു. ഓം അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളിക സ്ഥലശോഭിതായേ നമഃ. ഓം അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളിക സ്ഥലശോഭിതായേ നമഃ. ഓം മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷ. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി. 1968 ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഓരോ വർഷവും വിപുലമായ പരിപാടികളോടെ ആരാധനാ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിക്കുന്നുണ്ടെന്നും നിരവധി ഭക്തർ പരിപാടിയുടെ ഭാഗമാകാറുണ്ടെന്നും സംഘാടകർ പറയുന്നു. എല്ലാ വർഷവും ആ നവംബർ 25 നമ്മൾ ആരാധനാ സ്വാതന്ത്ര്യ ദിനം അനുസ്മരണ സമ്മേളനമായിട്ട് നടത്തുന്നു. എല്ലാ കൊല്ലവും തളി ക്ഷേത്രത്തിലെ തിരുമാന്ധാംകുന്ന് അമ്മ ഭഗവതിയെ പത്മമിട്ട് പൂജിച്ചതിന് ശേഷം അവിടുന്ന് നാമജപത്തോടുകൂടി തിരുമാന്ധാംകുന്നിലെത്തി ലളിതാ സഹസ്രനാമ സർവ ഐശ്വര്യ പൂജ നടത്തി. സർവ ഐശ്വര്യ പൂജയ്ക്ക് ശേഷം വീണ്ടും തളി ക്ഷേത്രത്തിൽ വന്ന് അവിടെ അനുസ്മരണ സമ്മേളനം നടത്തുകയാണ് പതിവ്. ഈ വർഷവും അതിൻ്റെ ആ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NM കദംബൻ നമ്പൂതിരിപ്പാട്, VK വിശ്വനാഥൻ, K നാരായണൻകുട്ടി, TP സുധീഷ്, CV സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട്. ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും നേരിൽ കാണാം.